ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡിലെ ഓണം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കൂട്ടുകാരെ. അപ്പോൾ നമ്മൾ ഇതിന് മുൻപേ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ SCERT പബ്ലിഷ് ചെയ്ത ഈ പ്രാവശ്യത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും ആ വീഡിയോ പോയി കാണുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഫസ്റ്റ് നാം എന്നുള്ളിടത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേര് എഴുതുക. ഓക്കെ, ദെൻ കക്ഷ എന്നുള്ളിടത്ത് എന്താ കൂട്ടുകാരെ എഴുതേണ്ടത്? നിങ്ങളുടെ ക്ലാസ് അല്ലേ, നിങ്ങൾ എത്രാം ക്ലാസ്സിലാണോ പഠിക്കുന്നത് അത് എഴുതുക. ഓക്കെ, ദെൻ സൂചന ഗതിവിധിയേക്ക് നോക്കാം. സൂചന കവിതാങ്കി പങ്ക്തിയാം ക്രമസേലിക. കവിതയിലെ വരികൾ നമ്മൾ എന്ത് ചെയ്യണം, ക്രമപ്പെടുത്തി എഴുതണം അല്ലേ. അപ്പോൾ ഇവിടെ ശരിയായ രീതിയിലല്ലേ നൽകിയിട്ടുള്ളത്. നോക്കൂ, സുബയ്ക്ക് ഇതാണോ ആദ്യം വരേണ്ടത്? ആഗയി ധൂപ്പ് അല്ലേ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് എങ്ങനെയായിരിക്കും? ഫസ്റ്റ് ഇതിൽ ഏത് വേടാ വരിക? ധൂപ്പ് അല്ലേ. ധൂപ്പ് ആഗയി സുബയ്ക്ക് എന്നല്ലേ. അപ്പോൾ ഒന്നെന്ന് നമുക്കിവിടെ എഴുതി കൊടുക്കാം അല്ലേ. ഒന്നാമത് ധൂപ്പ്, ദെൻ ആഗയി സുബയ്ക്ക്. ദെൻ എങ്ങനെ നെക്സ്റ്റ് വരി വരിക? കലിയാം പ്യാരി പ്യാരി മഹിക്ക് എന്നല്ലേ. കലിയാം പ്യാരി പ്യാരി മഹിക്ക്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ആ കവിത ഒന്നിങ്ങനെ മനസ്സിൽ ചൊല്ലി നോക്കുക. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ക്രമപ്പെടുത്തി എഴുതാൻ സാധിക്കും. ദെൻ കലിയാം ക്യാരി ക്യാരി മഹിക്ക്. ദെൻ കലിയാം ഇത്തിനി സാരി മഹിക്ക്. ദെൻ ഡണ്ടി എന്നുള്ളിടത്ത് ഹവാ ബഹ് രഹി ഡണ്ടി. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതുപോലെ ക്രമപ്പെടുത്തി ഇവിടെ താഴേക്ക് എഴുതി കൊടുക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ നമുക്ക്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഗതിവിധീതോ ചിത്ര ദേക്കുകയും ഓർ പ്രശ്നവും കി ഉത്തർ ലിഖേം. ചിത്രം നോക്കി ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. യഹ് കിസ്കാ ചിത്ര ഹെ. ഇത് ആരുടെ ചിത്രമാ കൂട്ടുകാരെ കൊടുത്തിട്ടുള്ളത്? പക്ഷിയുടെ ചിത്രമാണല്ലേ. നമുക്ക് ഓപ്ഷൻസ് നോക്കിയാലോ. ബാദൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മേഘമല്ലേ. ദെൻ ചിടിയ എന്ന് പറഞ്ഞാലോ പക്ഷിയാണ്. ദെൻ മച്ചിലിയോ മീനാണല്ലേ. ദെൻ ഫൂൽ എന്താണ്? പൂവ്. അപ്പം നമുക്ക് ആൻസർ കിട്ടി. എന്താണ്? യെസ്, ചിടിയ എന്നല്ലേ. ആൻസർ എന്താണ്? ചിടിയ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. സംഖ്യയ്ക്ക് അനുസാർ ചിത്രക്കോ രംഗതേ. ഇവിടെ നോക്കൂ, ഒന്ന് കാല എന്ന് നൽകിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? കാല എന്നുള്ളിടത്ത് ഏത് കളറാണ് കൊടുക്കേണ്ടത്? കറുപ്പ് കളറ് കൊടുക്കുക. ദെൻ ഹര എന്നുള്ള 2 എഴുതിയെടുത്ത് എന്ത് ചെയ്യണം നിങ്ങൾ? ഹര പച്ച നിറം കൊടുക്കുക. ദെൻ 3 എന്നുള്ളിടത്ത് നീല എന്നാണല്ലേ കൊടുത്തിട്ടുള്ളത്. ഏത് നിറമാണ് കൊടുക്കേണ്ടത്? അതെ, നീല. ദെൻ ലാൽ എന്നുള്ളിടത്തോ ചുവപ്പ് നിറമല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കിയാലോ. ഗതിവിധി 3. സൂചന ചിത്ര ദേക്കുകയും ഓർ പ്രശ്നവും കി ഉത്തർ ലിഖേം. ചിത്രം നോക്കൂ, ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? ചിത്രം നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ദെൻ കുത്ത കഹാം ഹെ. കുത്ത എവിടെയാ കൂട്ടുകാരെ നിൽക്കുന്നത്? ആ വീടിന് പുറത്താണല്ലേ. അപ്പം നമുക്ക് എന്ത് എഴുതാം? കുത്ത ഗർക്കെ ബാഹർ ഹെ എന്ന് എഴുതാം അല്ലേ. കുത്ത ഗർക്കെ ബാഹർ ഹെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് പൗദേമേം എന്താ ഉള്ളത്? ചെടികളിലൊക്കെ എന്താ കൂട്ടുകാർ? ഫൂലാണല്ലേ. പൗദേമേം ഫൂല് ഹേ. ദെൻ ലടുക്കി കഹാം ഹേ. ലടുക്കി എവിടെയാ ഉള്ളത്? പൂന്തോട്ടത്തിലാണ്. അപ്പം ലടുക്കി ബഗീചേ മേ ഹേ. ദെൻ നദീമേം ക്യാ ഹേ. നദിയിൽ എന്താ നമുക്ക് കാണാൻ സാധിക്കുന്നത്? മച്ചലിയാണല്ലേ, മീനാണുള്ളത്. അപ്പം നദീമേം മച്ചലി ഹേ. ഓക്കെ, ദെൻ ചിടിയ കഹാം ഹേ. ചിടിയ എവിടെയാണ്? പേടിലല്ലേ, മരത്തിന് മുകളിലല്ലേ. അപ്പം ചിടിയ പേട് പർ ഹേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? ഇതുപോലെ എഴുതി ഇവിടെ കാണുന്നില്ലേ, ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതുക ഓരോ വേർഡ്സും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ നമുക്ക്. ഗതിവിധി 4 അല്ലേ. 4. ദെൻ കവിത ക്രമസേലിക. കവിത എന്ത് ചെയ്യണം? നിങ്ങൾ ക്രമപ്പെടുത്തി എഴുതണം. ഇവിടെ തെറ്റായിട്ട് ജംബിൾഡ് ഓർഡറിലാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക? ശരിയായ രീതിയിൽ എഴുതുക. ഓക്കെ, ഫസ്റ്റ് നോക്കൂ. നീതൂക്കാത പില്ല ഏക്. ദെൻ നെക്സ്റ്റ് ലൈൻ ഏതാ വരിക? ബദൻസെ ഉസ്കെ രൂയെ അനേക് എന്നുള്ളതാണല്ലേ. ഓക്കെ, നമുക്ക് എഴുതാം. ഫസ്റ്റ് ഇതല്ലേ, അതിവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ബദൻസി 2. ദെൻ തേർഡ് ഏതാണ്? ചോട്ടി ടാങ്കെ ലംബി മൂഞ്ചല്ലേ 3. ദെൻ ഭൂരി ദാദി 4. കാലി പൂഞ്ച്. ദെൻ മക്കീസെ വഹ്ലെടുത്താത 4. സോറി 5. 5ആണല്ലേ അത് വരേണ്ടത്. 5. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരി ഏതാ വരിക? മക്കീസെ വഹ്ലെടുത്താത. ദെൻ ഗഡേ ഗഡേ ഗിർ പടുത്താത. ഓക്കെ, നമ്മൾ എഴുതി തെറ്റിയിട്ടുണ്ടോ?
ഓക്കെ, നമുക്കൊന്നുകൂടി നോക്കാം. നീതു കാത പില്ല ഏക്ക്. ഒന്നുകൂടി നോക്കൂ കൂട്ടുകാരെ, നമ്മൾ എഴുതിയ തെറ്റിയല്ലേ. എന്തായിരുന്നു? നീതു കാത പില്ല ഏക്ക്, ഫസ്റ്റ് വൺ. ദെൻ എന്താ വരിക? ബദൻ പേ ഉസ്കെ രൂയേം അനേക്. ദെൻ ചോട്ടി ടാങ്കെ ലംബി പൂഞ്ച്. ഈ വരിയാണ് അല്ലേ നെക്സ്റ്റ് വരേണ്ടത്. ദെൻ ഫോർത്ത് ഭൂരി ദാദി കാലി മൂഞ്ച്. 4 അല്ലേ. ഓക്കെ, ദെൻ മക്കി സേവക് ലെടുത്താത 5. ദെൻ ഗഡേ ഗഡേ ഗിർ പഠിത്താത. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? തെറ്റാതെ നിങ്ങൾ എന്ത് ചെയ്യുക? വരികൾ ക്രമപ്പെടുത്തി എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചിത്രോം കെ അനുസാർ വാക്കിലിക്കെ. ടാമി എന്താ ചെയ്യുന്നത്? മക്കീസേ ലഡ്നാ ഹേ അല്ലേ. അപ്പം എന്ത് ചെയ്യുക? നമുക്ക് മക്കീസേ ലഡ്നാ ഹേ എന്ന് എഴുതാമല്ലേ. ആദ്യം നിങ്ങൾ എന്ത് എഴുതുക? ടാമിക്കോ മക്കീസേ ഇങ്ങനെ എഴുതാം. ടാമിക്കോ മക്കി സേ ലഡ്നാ ഹേ പസന്ത് ഹേ. ഓക്കെ, ദെൻ ടാമിക്കോ എന്താ ഇഷ്ടം അവന്? ഫാനിൻ്റെ ചോട്ടിൽ കിടക്കാനല്ലേ. ടാമിക്കോ പങ്കെ നീച്ചെ സോന. എന്ത് ചെയ്യുക? നീച്ചെ സോന പസന്ത്. നെക്സ്റ്റ് ഇത് എഴുതി കൊടുക്കുക. ദെൻ ടാമിക്കോ ബിസ്കൂട്ട് ഇഷ്ടമാണ് അല്ലേ. അപ്പം ബിസ്കൂട്ട് ടാമിക്കോ ബിസ്കൂട്ട് ഗാന. ദെൻ എന്ത് ചെയ്യണം? പസന്ത് ഹേ എന്ന് എഴുതാം. ഓക്കെ, അതിനുശേഷം പസന്ത് ഹേ എന്ന് എഴുതി കൊടുക്കുക. ടാമിക്കോ ദെൻ എന്ത് ചെയ്യാം? നീലു കെ സാത്ത് ഗേൽന പസന്ത് ഹേ അല്ലേ. ടാമിക്കോ നീതു കെ സാത്ത് ഗേൽന കഴിഞ്ഞിട്ട് പസന്ത് ഹേ എന്ന് വീണ്ടും എഴുതി കൊടുക്കുക. ദെൻ ടാമിക്കോ കിതാബ് പഠന പസന്ത് ഹേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോന്നും ഇതുപോലെ എഴുതി കൊടുക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗതിവിധിച്ച് ചിത്രപ്പക് ജാനേം ഓർ ശബ്ദ ലിഖേം. ഫസ്റ്റ് വൺ ഇതാരാണ് കൂട്ടുകാരെ? ആരാണ്? തിത്തലിയാണല്ലേ. അപ്പം എന്ത് ചെയ്യാം? നമുക്കിവിടെ തിത്തലി എന്ന് എഴുതി കൊടുക്കാം അല്ലേ. ഇവിടെ എന്താ എഴുതേണ്ടത്? തിത്തലി. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. ഹാത്തിയാണല്ലേ. ഹാത്തി. ദെൻ പൂമുട്ടിന് എന്താ പറയുക? കലി. സൂരജ് ആണല്ലേ. സൂരജ്. ദെൻ ഇതെന്താണ്? ബാദൽ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോന്നും ഇവിടേക്ക് താഴേക്ക് എടുത്ത് എഴുതുക. ഈ വേർഡ്സ് എടുത്തിട്ട് ഇവിടേക്ക് എടുത്ത് എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണല്ലേ കൂട്ടുകാരെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.